നമസ്കാരത്തിൽ മറവി സംഭവിച്ച അതിനെ പരിഹരിക്കാനുള്ള വഴിയാണ് മറവിയുടെ സുജൂദ്, സഹവിൻ്റെ സുജൂദ്. സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലം എപ്പോഴാണ്? സലാമിന് അൽ ഹനഫിയ, അൽ മാലിക്കിയ, അൽ ഷാഫിയ, അൽ ഹനാബില. എന്തായതിനർത്ഥം? അൽ ഹനഫിയ ഹനഫി മദ്ഹബ്, അൽ മാലിക്കിയ മാലിക്കി മദ്ഹബ്, ഷാഫിയ ഷാഫി മദ്ഹബ്, അൽ ഹനാബില ഹംബലി മദ്ഹബ്. സഹവിന്റെ സുജൂദിന്റെ സ്ഥാനം 4 മദ്ഹബിലും വ്യത്യസ്തമാണ്. മറവിക്ക് സുജൂദ് ചെയ്യണമെന്ന കാര്യത്തിൽ 4 ഇമാമികളുടെ ഇടയിൽ തർക്കമില്ല. മറവി സംഭവിച്ചാൽ എന്താ വേണ്ടത്? സുജൂദ് ചെയ്യണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹദകും ഇദാ ഖാമ യുസല്ലി, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ജാഅഹു ശൈത്താൻ, അവന്റെ അടുക്കൽ ശൈത്താൻ വരും. നിസ്കരിക്കാൻ നിന്ന ഉടനെ ശൈത്താൻ വരും. ശൈത്താൻ ഉണ്ടെന്നുള്ള തെളിവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഫലബ്ബസ അലൈഹി, അവന്റെ മേൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും. അതുവരെ ഓർക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ശൈത്താൻ നമ്മളെ ഓർമ്മിപ്പിക്കും. ഹത്താല എതിരി, അങ്ങനെ അവൻ പലതും ചിന്തിച്ചിട്ട് അവൻ മറന്നുപോകും. കംസല്ല, എത്ര നിസ്കരിച്ചു എന്ന കാര്യം പോലും അവൻ ഓർമ്മയുണ്ടാവില്ല. ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ എല്ലാം ഇങ്ങനെ യാന്ത്രികമായി നടക്കുകയാണ്. ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും, ഓതിക്കഴിയുമ്പോൾ ഓതിയോന്ന് ഉറപ്പുണ്ടാവില്ല. എല്ലാം യാന്ത്രികമായിട്ട് നടക്കും. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആ ഖുശൂ ശൈത്താൻ നഷ്ടപ്പെടുത്തി ഓർമ്മയും ചിന്തയും വേറെ പല സ്ഥലത്തായി. അത് പിശാച് മനുഷ്യനെ നമസ്കാരത്തിൽ അങ്ങനെ ചെയ്യും. എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന കാര്യം പോലും ഓർമ്മയുണ്ടാവും. ഫഇദാ വജദ ദാലിക അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായാൽ, പിശാച് നിങ്ങളെ ഓർമ്മ നഷ്ടപ്പെടുത്തി എത്ര നിസ്കരിച്ചു എന്ന ഓർമ്മ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഫൽയസ്ജുദ് സജദതൈൻ, അതിന് പരിഹാരം 2 സുജൂദ് ചെയ്യാന്നുള്ളതാണ്. വഹുവ ജാലിസ്, ഇരുന്നുകൊണ്ട് തന്നെ 2 സുജൂദ് ചെയ്യുക. വഹുവ ജാലിസ്, ആ ഇരുത്തത്തിൽ തന്നെ 2 സുജൂദ് ചെയ്യുക. അപ്പോ ഹനഫിയ യുസല്ലിമുൽ മുസല്ലി, ഇതർത്ഥം എന്താ? നിസ്കരിക്കുന്ന ആള് സലാം വീട്ടണം. മറവി സംഭവിച്ചാൽ നിസ്കരിക്കുന്ന ആള് ആദ്യം വേണ്ടത് സലാം വീട്ടണം. സുമ്മ യസ്ജുദു ലിസ്സഹവി, പിന്നെ സഹവിനോട് സുജൂദ് ചെയ്യണം. ഹനഫി സലാം വീട്ടിയിട്ട് സഹവിന് വേണ്ടി സുജൂദ് ചെയ്യണം. സുമ്മ യതശഹദു വയുസല്ലിം, പിന്നെ അത്തഹിയ്യാത്ത് ഓതിട്ട് പിന്നെ സലാം വീട്ടണം. അങ്ങനെയാണ്. ആദ്യം വലത്തോട്ട് സലാം വീട്ടുക, എന്നിട്ട് അത്തഹിയ്യാത്തും സലാത്തും ദുആയൊക്കെ മടക്കിയിട്ട് പിന്നെ സലാം വീട്ടുക. ഇതാണ് ഹനഫി മദ്ഹബ്. അൽ മാലിക്കിയ അല്ല, ആദ്യം വലത്തോട്ട് സലാം വീട്ടിയിട്ട് സുജൂദ് ചെയ്യുക, സുജൂദ് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ആവർത്തിക്കുക, പിന്നെ സലാം വീട്ടുക. അതാണ് ഹനഫിയ മദ്ഹബ്. 2 അൽ മാലിക്കിയ ഖബല സലാമി, സലാമിന് മുമ്പ് സുജൂദ് ചെയ്യണം. സലാമിന് മുമ്പ് മറവിയുടെ സുജൂദ് ചെയ്യണം. ഇദാ കാന ബിനഖ്സിൻ, ഇദാ കാന ബിനഖ്സിൻ, ആ മറവി കുറവ് സംഭവിച്ചതുകൊണ്ടുള്ള മറവിയാണെങ്കിൽ 2 രീതിയിൽ മറവി ഉണ്ടാകാം. കൂടിപ്പോയതും കുറഞ്ഞതും, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ പോയതും, ചെയ്യേണ്ട ഒരു കാര്യം കൂടിപ്പോയതും. 2 രീതിയിലും വരാം. 2നും പരിഹാരം എന്താണ്? കൂടിയത് കുറയ്ക്കാനുള്ള പരിഹാരവും കുറഞ്ഞത് കൂട്ടാനുള്ള പരിഹാരവും സുജൂദാണ്. മാലിക്കി മദ്ഹബ് പറയുന്നത് ഖബല സലാം, മറവിയുടെ സുജൂദ് സലാമിന് മുമ്പ് ചെയ്യണം. ഇദാ കാന ബിനഖ്സിൻ,
ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യാത്തതിന്റെ പേരിലാണെങ്കിൽ സഹ്വിന്റെ സുജൂദ് സലാമിന് മുമ്പ്. ബഅദ സലാമി, സലാമിന് ശേഷമാണ് മറവിയുടെ സുജൂദ് ചെയ്യേണ്ടത്. ഇതാക്കാന ബി സിയാദത്ത്, സിയാദത്ത് കൊണ്ടാണ്, കൂടിപ്പോയി ചെയ്യേണ്ട ഒരു കാര്യം കൂടിപ്പോയി. അപ്പൊ മാലിക്കി മദ്ഹബ് രണ്ട് രീതിയിലാണ് പറയാ. ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ സലാമിന് മുമ്പും, ചെയ്യേണ്ട ഒരു കാര്യം ഒന്നിലധികം ചെയ്തു കൂടിപ്പോയത് കൊണ്ടാണെങ്കിൽ സലാമിന് ശേഷം. അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ തഹിയ്യാത്ത് ഓതിയില്ല, അപ്പൊ അത് കുറവാണ്. ആദ്യത്തെ സഹ്വിന്റെ സുജൂദ് എപ്പോൾ ചെയ്യണം? സലാമിന് മുമ്പ് ചെയ്യണം. 4 റക്അത്ത് നിസ്കരിക്കേണ്ട 5 റക്അത്ത് നിസ്കരിച്ചു പോയി, അതിന്റെ സഹ്വിന്റെ സുജൂദ് എപ്പോൾ ചെയ്യണം? സലാമിന് ശേഷം ചെയ്യണം. അതാണ് മാലിക്കി. അശ്ശാഫിയ്യ ഖബല സലാമി, എന്താണെങ്കിലും സലാമിന് മുമ്പ് തന്നെ. കൂടിയിട്ടാണെങ്കിലും കുറഞ്ഞിട്ടാണെങ്കിലും സഹ്വിന്റെ സുജൂദിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സലാം വിട്ടുന്നതിന് മുമ്പ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അടുക്കൽ ശൈത്താൻ വന്നിട്ട് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി, എത്ര നിസ്കരിച്ചു നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവൻ 2 സുജൂദ് ചെയ്തിട്ട് വഹുവ ജാലിസുൻ, ആ ഇരുത്തത്തിൽ തന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സലാമൊന്നും വിട്ടരുത്, സലാം വിട്ടാതെ ആ ഇരുത്തത്തിൽ തന്നെ. ഷാഫി മദ്ഹബിന് ആ ഹദീസ് തെളിവാണ്. അൽ ഹനാബില, ഹംബലി മദ്ഹബ് പറയുന്നത് ലാ യജ്അലൂന മൗളിഅൻ വാഹിദൻ ദായിമ, ലാ യജ്അലൂന, അവർ നിശ്ചയിക്കുന്നില്ല, മൗളിഅൻ വാഹിദൻ, ഒരു കൃത്യമായ സ്ഥലം തന്നെ നിശ്ചയിക്കുന്നില്ല, അബദൻ, എപ്പോഴും, ദായിമ, എപ്പോഴും എന്ന് പറഞ്ഞാൽ സലാമിന് മുമ്പ് ചെയ്യണമെന്നോ സലാമിന് ശേഷം ചെയ്യണമെന്നോ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാകാം, അങ്ങനെയാകാം, ഇങ്ങനെയാകാം. അതാണ് അവരുടെ അഭിപ്രായം. സലാമിന് എപ്പോഴും സലാമിന് മുമ്പ് ചെയ്യണമെന്നില്ല, എപ്പോഴും സലാമിന് ശേഷമാണെന്നും ഇല്ല. അങ്ങനെയും ആകാം, ഇങ്ങനെയും ആകാം. عن عطاء بن يسار رضي الله عنه وابي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശക്ക അഹദുക്കും ഫി സലാത്തിഹി, നിങ്ങളിൽ ഒരാൾക്ക് നമസ്കാരത്തിൽ സംശയം വന്നാൽ, ഫലം യദ്രി, അവൻ അറിയില്ല, കം സല്ല, എത്ര നിസ്കരിച്ചു എന്നറിയില്ല, സലാസൻ, 3 ആണോ, ഔ റാബിയൻ ഔ അർബഅൻ, 4 ആണോന്ന് അറിയില്ല, എന്നാൽ ഫൽയത്രഹി ശക്ക, സംശയം വിട്ടുകളയട്ടെ, സംശയിക്കുന്നതിനെ വിട്ടുകളയട്ടെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? വൽ യബിൻ അലാ മസ്തൈകന, ഉറപ്പുള്ളത് പിടിക്കട്ടെ. 3 or 4 സംശയിച്ചാൽ ഉറപ്പ് എത്രയില്ല? 3 ഉറപ്പ്, 4 സംശയം. അപ്പൊ അത് പിടിക്കുക, ഉറപ്പുള്ളത് പിടിക്കുക. എന്നിട്ട് സുമ്മ യസ്ജുദു സജദതൈനി, പിന്നെ 2 സലാം വീട്ടണം, അല്ല 2 സുജൂദ് ചെയ്യണം. ഖബല യുസല്ലിമ, സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് 2. അപ്പൊ ഈ ഹദീസിൽ എന്താ മനസ്സിലായത്? സുജൂദ് ചെയ്യുന്നത് എപ്പോഴാണ്? സലാം വീട്ടുന്നതിന് മുമ്പാണ്. അപ്പം നിസ്കരിക്കണം, നിസ്കരിച്ചിട്ടാണ് വേണ്ടത്. അപ്പൊ 4 റക്അത്ത് നിസ്കാരം 3 or 4 സംശയം വന്നാൽ ചെയ്യേണ്ടത് 3 ഉറപ്പിച്ചിട്ട് 1 റക്അത്തോടെ നിസ്കരിച്ചിട്ട് സലാം വീട്ടുക. കൂടിപ്പോയതാണെങ്കിൽ ഇങ്ങനെ സഹ്വിന്റെ സുജൂദ് ചെയ്യാം. അല്ല, അത് കൂടി ബോധപൂർവം കൂട്ടാൻ പാടില്ലല്ലോ. 4 ബോധപൂർവം കൂട്ടാൻ പാടില്ല. ഈ നിസ്കരിച്ച് ചിലപ്പോൾ കൂടുതലാകാം. കാരണം നമ്മൾ 3 പിടിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അതെന്തായിരിക്കാം, 4 നിസ്കരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1 നിസ്കരിക്കുമ്പോൾ 5 ആയി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഖബല യുസല്ലിമ, ഇവിടെയും പറയുന്ന സലാം വീട്ടുന്നതിന് മുമ്പ് എന്നാണ്. അപ്പൊ ഈ 2 ഹദീസുകളും സലാമിന് മുമ്പ് തന്നെ വേണമെന്നാണ് ഷാഫി മദ്ഹബിന്റെ ഹദീസിന് തെളിവാണ്, പ്രമാണമാണ്. അപ്പോ ഇത് ഫൈൻസല്ല ഖംസ, ഈ നിസ്കരിച്ചത് 5 ആണെങ്കിൽ, ഇങ്ങനെ സംശയം വന്ന് 3 പിടിച്ചിട്ട് 1 നിസ്കരിച്ചിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവൻ നിസ്കരിച്ചത് എത്രയുണ്ട്? 5 ആണെന്ന് വിചാരിക്കുക. എന്നാൽ ശഫഅന ലഹു സലാത്തു, ഈ 2 സുജൂദ് ചെയ്തതോടുകൂടി ഇവന്റെ നിസ്കാരം ഇരട്ടയായി മാറി. അല്ല, 6 ആയി. 5 നിസ്കരിച്ചതും ഈ 2 സുജൂദ് റക്അത്തിന്റെ സ്ഥാനത്ത് വരും. അപ്പൊ 5 + 1 6 ആയി. 4 + 2 6 ആയി. ഒറ്റ നിസ്കാരം വിത്ർ മാത്രമേ ഉള്ളൂ. വിത്രല്ലാത്ത നിസ്കാരം എന്തില്ല? ഒറ്റ റക്അത്തില്ല. ബാക്കി എല്ലാ നിസ്കാരവും ഇരട്ടയായിരിക്കണം. 2 റക്അത്തിൽ കുറഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല വിത്രല്ലാത്ത നിസ്കാരം.
അപ്പോ ളുഹർ നിസ്കരിച്ച ആളാണ്, 3 or 4 സംശയം വന്നു, 3 പിടിച്ചു, ഒന്നോടെ നിസ്കരിച്ചു, സഹവിന്റെ സുജൂദും ചെയ്യുമ്പോൾ 5 റക്അത്തും 2 സുജൂദുമായി. അപ്പൊ 5 + 6 1 6 ആയി. അപ്പൊ സത്യത്തിൽ നിസ്കാരം എന്തായി കിട്ടി? ഇരട്ടിയായി കിട്ടി. ഇപ്പൊ സഹവിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒറ്റയാവും. ഒറ്റയായത് ഏത് മാത്രമേ ഉള്ളൂ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ളുഹർ ഒറ്റയാകാൻ പാടില്ല. അപ്പൊ ഒറ്റയായി എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇപ്പൊ നമുക്ക് സംശയം വരാം. എന്തിനാണ് സഹവിന്റെ സുജൂദ് ചെയ്യണത്? 3 or 4 സംശയിച്ചു, 3 പിടിച്ചു, 1 നിസ്കരിച്ചപ്പോൾ അത് പരിഹരിക്കപ്പെട്ടില്ല. ഇനി എന്തിനാ സഹവിന്റെ സുജൂദ് എന്ന് വെച്ചാൽ എന്റെ മറുപടിയാണ്, 5 ആയിരുന്നെങ്കിൽ നിസ്കാരം ഒറ്റയായി എന്നുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനാണ് സഹവിന്റെ സുജൂദ്. ഇനി വൈങ്കാന സല്ല ഇത്മാമൻ ലി 40, ഇനി അവൻ നിസ്കരിച്ചത് കറക്റ്റ് ഏത് തന്നെയാണ്? 3 or 4 സംശയം വന്നിടത്ത് സത്യത്തിൽ 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഒന്നോടെ നിസ്കരിക്കുമ്പോൾ 3 + 1 4 ആയിട്ടുള്ളൂ. പിന്നെ എന്തിനാ സഹവിന്റെ സുജൂദ്? ആ സഹവിന്റെ സുജൂദ് തർഗീമൻ ലിശൈത്താൻ, കാനത്ത തർഗീമൻ ലിശൈത്താൻ, അത് പിശാചിനെ പ്രകോപിപ്പിക്കാനാണ്, പിശാചിനെ തോപ്പിക്കാൻ. പിശാചാണല്ലോ നമ്മളെ തെറ്റിച്ച് കളഞ്ഞത്. എടാ, നീ എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ തോപ്പിക്കും. നീ എന്നെ തോപ്പിച്ച് എന്നെ റക്അത്ത് മറപ്പിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നേട്ടമുണ്ടായത്? എന്നെ കൊണ്ട് 2 സുജൂദ് നീ കൂലി ഏൽപ്പിച്ചു. അത് നിനക്ക് വിഷമം ഉണ്ടാക്കണ കാര്യമാണ് അല്ലേ? ഒരു സുജൂദ് കൂടുതൽ മനുഷ്യൻ ചെയ്യുമ്പോൾ ആർക്കാ വിഷമം ഉണ്ടാകണത്? ഏറ്റവും വിഷമം പിശാചിനാ. അപ്പൊ അവനെ പ്രകോപിപ്പിക്കണം. എടാടാ, ഞാൻ ഈ പാഴിച്ച് അവന്റെ അടുത്ത് നിയ്യത്ത് ചെയ്തപ്പോൾ അവന്റെ കൂടെ കൂടി, സലാം കിട്ടുന്നേരം അവന്റെ കൂടെ കൂടിയിട്ട് എന്തിനാ അവിടെ കൂടിയത്? അവനെ നഷ്ടത്തിലാക്കാനൊക്കെ കൂടിയത്. അപ്പൊ സത്യത്തിൽ ആർക്കാ നഷ്ടം ഉണ്ടായത്? എനിക്ക് നഷ്ടം. അവൻ 2 സുജൂദ് കൂടുതൽ ചെയ്ത് അവൻ പടച്ചോന്റെ അടുക്കൽ നേടി. ഈ ഒരു ചിന്ത പിശാചിലുണ്ടാക്കി അവനെ പ്രകോപിപ്പിക്കാനാണ് സുജൂദ്. അപ്പൊ രണ്ടിലും കാരണമുണ്ട്. 4 നിസ്കരിച്ചെങ്കിലും സുജൂദിൽ അർത്ഥമുണ്ട്, 5 നിസ്കരിച്ചെങ്കിലും സുജൂദിൽ അർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ളുഹറ 5, ളുഹർ 5 നിസ്കരിച്ചു. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയാണ് അവിടെ പോയി നിസ്കാരം കണ്ടു വന്നയാണ്. നമുക്ക് നിസ്കാരം ആകാശത്ത് മിറാജിന് പോയി മേടിച്ചു കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ അടുത്ത് നേരിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഅബയുടെ പരിസരത്ത് ജിബ്രീൽ വന്ന് ഇമാമത്ത് നിന്നാ പഠിപ്പിച്ചു കൊടുത്തത്. നമ്മളെ ഒന്നും ജിബ്രീൽ പഠിപ്പിച്ചിട്ടില്ല. ജിബ്രീൽ 2 ദിവസം വന്നു. ആദ്യത്തെ ദിവസം ളുഹറിന്റെ ആദ്യ സമയത്ത് വന്ന് ജിബ്രീൽ ഇമാമത്ത് വന്നു, നബിയെ മാമുമാക്കി. നബി മാത്രം മാമുമ നിസ്കാരം പഠിപ്പിക്കുക. ജിബ്രീൽ നിസ്കാരം കാണിച്ചു, നബിയുടെ പുറകിൽ നിർത്തി ഞാൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ളുഹർ നിസ്കരിക്കേണ്ട എങ്ങനെയാണ്, അതിന്റെ സമയവും ഇതാണ്, ആദ്യ സമയവും ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അസറിന്റെ ആദ്യ സമയത്ത് വന്നു, മഗ്രിബ് ഇശാ സുബഹി 5 നിസ്കാരത്തിന് ആദ്യ സമയത്ത് വന്ന് ജിബ്രീൽ ഇമാമ നിന്ന് നബിയെ മാമുമാക്കി നിർത്തി നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. 2-ാം ദിവസം ളുഹറിന്റെ അവസാന സമയത്ത് വന്നു, എന്നിട്ട് ജിബ്രീൽ ഇമാമ നിന്നു, ഇന്നലത്തെ പോലെ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ നിസ്കാരത്തിന്റെ അവസാന വക്കത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ഈ 2 സമയത്തിന്റെ ഇടയിലാണ്. ഞാൻ ഇന്നലെ വന്നത് ളുഹറിന്റെ ആദ്യ സമയം, ഇന്ന് വന്നു ളുഹറിന്റെ അവസാന സമയം. ഇങ്ങനെ 5 നേരം പഠിപ്പിച്ചു കൊടുത്തു. ആ നബിക്കാണ് ജിബ്രീൽ പഠിപ്പിച്ച നബി എന്ത് ചെയ്തു? 4-5 നിസ്കരിച്ചു. ആ നബി ആരാണ്? നിസ്കാരം കൊണ്ടുവന്നയാളാണ്, ജിബ്രീൽ നിസ്കാരം പഠിപ്പിച്ചയാളാണ്, അശ്റഫുൽ ഖൽഖാണ്. അള്ളാഹ് പടച്ച പടപ്പുകളുടെ കൂട്ടത്തിൽ, മനുഷ്യരിലല്ല, അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ അള്ളാഹ്ക്കെല്ലാം അള്ളാന്റെ പടപ്പുകൾ. ആ പടപ്പുകളിൽ അശ്റഫ്, ഏറ്റവും ശ്രേഷ്ഠ സ്വർഗം തുറക്കണയാള് നബിയ. ഞാനാണ് സ്വർഗം തുറക്കുക എന്ന് പറഞ്ഞത്. ആ നബി പോലും ളുഹർ എന്ത് ചെയ്തു? 5 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ അബദ്ധം ആർക്കും സംഭവിക്കാം, സംഭവിക്കാം. അതൊക്കെ മനുഷ്യ സഹജമാണ്, ആർക്കും സംഭവിക്കാം. ഒരു പക്ഷേ നമ്മളേതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. നബീനെ മറപ്പിക്കാതിരിക്കാനും ആർക്കും കഴിയും. ഈ മറവിട്ട് കൊടുത്ത ആളാരാ? അല്ലാഹു. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിശാച് സ്വാധീനിക്കില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. നബി പറഞ്ഞു, ഇങ്ങനെ നിങ്ങളിൽ എല്ലാവരുടെയും കൂടെ പിശാചുണ്ട്. അപ്പൊ നബിയോട് ചോദിച്ചു, താങ്കൾ അങ്ങയുടെ കൂടെ പിശാചുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ മനുഷ്യന്റെ കൂടെയും പിശാചുണ്ടെന്ന്, അങ്ങയുടെ കൂടെ പിശാചുണ്ടോന്ന് ചോദിച്ചു. എന്റെ കൂടെയും പിശാചുണ്ട്, പക്ഷെ എന്റെ പിശാചിനെ അല്ലാഹു തആല എനിക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കാം, അവന്റെ കൊമ്പൊടിച്ചിരിക്കാൻ. എന്നെ സ്വാധീനിക്കാൻ എന്റെ പിശാചിന് കഴിയില്ല. അതാണ് ഞാനും നിങ്ങൾ തമ്മിൽ വ്യത്യാസം. നിങ്ങളുടെ പിശാചിനെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
അല്ല, നിങ്ങളുടെ പിശാചിനെ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, എൻ്റെ പിശാചിനെ എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. ഒരിക്കൽ നബിയുടെ നിസ്കാരത്തിൽ തന്നെ നബിയുടെ മുന്നിൽ വന്നു. അപ്പൊ വിശ്വാസ നിസ്കാരം കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് എന്റെ പിശാച് എന്റെ മുന്നിൽ വന്ന് എന്നെ നിസ്കാരം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ അവനെ പിടിച്ച് മസ്ജിദ് നബിയുടെ തൂണിൽ കെട്ടിയിടണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു അവനെ. പക്ഷെ അപ്പോൾ ഞാനൊരു പ്രാർത്ഥന ഓർത്തു. എൻ്റെ പൂർവികനായ സുലൈമാൻ നബി ചെയ്തൊരു ദുആ ഞാൻ ഓർത്തു. സുലൈമാൻ നബി ഒരിക്കൽ അല്ലാഹുവോട് പറയുന്നുണ്ട്, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും കൊടുക്കാത്തൊരു അധികാരം എനിക്ക് തരണമെന്ന് സുലൈമാൻ നബി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അല്ലാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്തൊരു അധികാരമാണ് ജിന്നുകളെ കീഴ്പ്പെടുത്താനുള്ള അധികാരം. സുലൈമാൻ നബിക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തതാണ്. ജിന്നുകളെ കീഴ്പ്പെടുത്തി ഖുർആൻ പറയുന്നുണ്ടല്ലോ, ജിന്നുകളെ ഉപയോഗിച്ചത് ഇന്ന് നമ്മൾ ഭായിമാരെ ഉപയോഗിച്ച് കെട്ടണം പണിയും പോലെ സുലൈമാൻ നബി ആരെ ഉപയോഗിച്ചേ? പിശാചുകളെ ഉപയോഗിച്ചിട്ട് കിണർ കുഴിപ്പിക്കും, വലിയ വലിയ കല്ലെടുത്തുകൊണ്ടിരാൻ പറയും. അവരാണ് അവിടുത്തെ ലേബേഴ്സ് എല്ലാം, എന്ത് പണിയും ചെയ്യും. തന്നെയല്ല, സുലൈമാൻ നബിയുടെ കാലശേഷം അല്ലാഹു തആല അതുപോലെ ശക്തരായ പിശാചുകളെ സൃഷ്ടിച്ചിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് ചോദിക്കാം, എന്താണ് ഇന്ന് അങ്ങനെ പിശാചുകളില്ലേ? അങ്ങനെ പിശാചുകളെ കീഴ്പ്പെടുത്തി നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, അത്ര ശക്തരായ പിശാചുകളെ പിന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അത് സുലൈമാൻ നബിയുടെ കാലത്തോടുകൂടി അത്ര ശക്തരായ പിശാചുകളുടെ കാലം അവസാനിച്ചു. കാരണം സുലൈമാൻ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ശേഷം ഈ അധികാരം ആർക്കും കൊടുക്കരുത്. അതൊരു അസൂയായിട്ടല്ല, എൻ്റെ ഒരു മഹത്വം എന്നല്ല, എനിക്ക് അങ്ങനെ ഒരു അധികാരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കീഴ്പ്പെടുക. അതുകൊണ്ടാണ് സുലൈമാൻ നബി ഇസ്ലാം വഫാത്തായത് പോലും വടി കുത്തിപ്പിടിച്ചാണല്ലോ വഫാത്താകുന്നത്. ഒരു വടി കുത്തിപ്പിടിച്ച് പിശാചുകളെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളി അടുത്ത് നിന്നാലേ തൊഴിലാളികൾ എന്ത് ചെയ്യുള്ളൂ? പണിയെടുക്കുള്ളൂ. അപ്പൊ ഈ സുലൈമാൻ നബി ഇങ്ങനെ വടി കുത്തിപ്പിടിച്ച് നിന്ന് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലൈമാൻ നബിയുടെ റൂഹ് പിടിക്കുന്നത്. സുലൈമാൻ നബി വീണില്ല. ഈ പിശാചുകൾ സുലൈമാൻ നബി ജീവിച്ചിരിക്കണമെന്ന് വിചാരിച്ച് നന്നായിട്ട് ഉഷാറായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഈ വടി ചെതല് തിന്ന് വീണപ്പോഴാണ് പിശാചുകൾ മനസ്സിലാക്കുന്നത്, ഈ മനുഷ്യൻ പണ്ടേ മരിച്ചിട്ടുണ്ട്. ഈ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. മുതലാളി മരിച്ചെന്നറിഞ്ഞെങ്കിൽ ഇത്രയും നല്ല കഷ്ടപ്പെടണ്ടായിരുന്നു പിശാചുകൾ പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ശരി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇതാണ്, എന്റെ സുലൈമാൻ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുലൈമാന്റെ പ്രാർത്ഥന ഫലിച്ചില്ല എന്നാവില്ലേ? അല്ലെങ്കിൽ ഞാൻ ഈ തൂണി പിടിച്ചാണ് കെട്ടിയിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനർത്ഥം പിശാച് എല്ലാ മനുഷ്യന്മാരെയും എന്ത് ചെയ്യും? ഇങ്ങനെ സ്വാധീനിക്കും എന്നർത്ഥം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിച്ചതും എന്തുകൊണ്ടാണ്? മറവി പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. ഒമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറഹു എന്ന് ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതായത് സുലൈമാൻ നബിയും ഹിളർ നബിയും മൂസാ നബിയും കൂടി യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ മൂസാ നബി ഹിളർ നബിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ ഒരു യുവാവിനെയും കൂട്ടി പോകുന്നുണ്ട്. ഒരു മത്സ്യം ചുട്ട് കയ്യിൽ പിടിച്ചു, ഒരു മത്സ്യം ചുട്ടുപിടിച്ചു. ഈ മത്സ്യം എവിടെയാണോ വീണു പോകുന്നത് അവിടെയാണ് ഹിളർ നബി അലൈഹി സ്വലാം ഉണ്ടാകുക. അതാണ് അതിന്റെ അടയാളം. ഈ മത്സ്യം യാത്ര കുറെ ക്ഷീണിച്ചപ്പോൾ മൂസാ നബി കൂടെയുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, മത്സ്യം എടുക്ക്, നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പോ കൂടെയുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, മത്സ്യം എവിടെയോ പടച്ച് ചാടിപ്പോയി, അതെവിടെയോ വീണുപോയി, അതിടക്ക് വെച്ച് വീണുപോയി എന്ന് പറഞ്ഞു, അത് കടലിലേക്ക് പോയി എന്ന് പറഞ്ഞു. അവിടെ പറയുന്നു, നോമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറഹു. അപ്പൊ ഞാൻ നിങ്ങളോടത് പറഞ്ഞില്ല, മൂസാ നബി നിങ്ങളോട് ഞാനത് പറഞ്ഞില്ല, അതെന്നെ പിശാച് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. അപ്പൊ മറവി പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. മറവിക്ക് എന്നത് മരുന്ന് കഴിക്കലോ, ബ്രഹ്മി ജ്യോതിസ് ബ്രഹ്മി മരുന്ന് കഴിക്കാന്ന് പറയാം. കുട്ടികൾക്കൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ബ്രഹ്മി കൊടുത്തു വിടും. നമ്മുടെ അലക്സാണ്ടർ ജാക്ക് പറയും പോലെയാണെങ്കിൽ മറ്റേത് കഴിച്ചാൽ മതി, എന്നാ ചോക്ലേറ്റ് രാവിലെ ഒരെണ്ണം കഴിച്ചിട്ട് പോയാൽ പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടും നമ്മുടെ അലക്സാണ്ടർ ജാക്കബ് പറയുന്നത്. അല്ലാഹു അലം. പിശാചിൽ നിന്നാണ് മറവി. വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണ്? പിശാചിനെ ഒഴിവാക്കുക എന്നുള്ളത്. പിശാച് ഒഴിവാക്കണ എപ്പോഴാ? ഒരു മനുഷ്യനിൽ എത്രമാത്രം ദീനുണ്ടാകുന്നു അവനിൽ നിന്ന് പിശാച് അകന്നു പോകും. പിശാചിനെ തോൽപ്പിക്കാൻ ദീനനുസരിച്ച് ജീവിക്കലാണ് ഏറ്റവും നല്ല വഴി. നിസ്കാരവും ഇബാദത്തുകളും ഖുർആൻ പാരായണം ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ പിശാചിന് കഴിയില്ല. അതാണ് വേണ്ടത്. അല്ലാതെ സന്തോഷ ബ്രഹ്മിയോ അല്ലെ ചോക്ലേറ്റോ കഴിച്ചുകൊണ്ട് അത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഏതായിരുന്നാലും മറവി ഉണ്ടാക്കുന്ന പിശാചാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ളുഹ്ർ നിസ്കരിച്ചു. എത്ര? 5 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ നബിയോട് പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, അസീദ ഫി സലാത്തി, നബിയെ നിസ്കാരം കൂട്ടിയെന്നോ? ഇന്നലെ വരെ 4 ആയിരുന്നല്ലോ, ഇന്നോല ളുഹ്ർ നിസ്കാരം കൂട്ടിയെന്ന് ചോദിച്ചു. ഫഖാല, നബി പറഞ്ഞു, വമാദാക, അതെന്താ അങ്ങനെ ചോദിച്ചത്? എന്താ അങ്ങനെ ചോദിച്ചത്?
അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു സല്ലൈത ഖംസ, ഇന്ന് 5 നിസ്കരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാണ്, ഇന്നലെയൊക്കെ 4 നിസ്കരിച്ചു പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദ് ചെയ്തു, 2 സുജൂദ് ചെയ്തു. ബഅദമാ സല്ലമ, സലാം വീട്ടിയതിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം. അതാണ് അഹ്നാഫിന്റെ തെളിവ്, സലാം വീട്ടിയതിന് ശേഷമാണ്. നമ്മളിവിടെ ഇതിനെക്കുറിച്ച്, ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത്, ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് എന്താ പറയാ, നമുക്ക് തന്നെ അറിയാലോ എന്താ പറയാ, ഇവിടെ സലാം വീട്ടിയതിന് ശേഷം അല്ലാതെ സുജൂദ് ചെയ്യാൻ കഴിയൂ. കാരണം എന്താ, 5 നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടി നിൽക്കുന്ന നബി, ആ നബിയോടാണ് പറയുന്നത് എന്തെന്ന്, 5 നിസ്കരിച്ചു, ഇനി സലാം വീട്ടി പോയില്ലേ, ഇനി എന്താ നബിക്ക് ചെയ്യാൻ കഴിയാ, 2 സുജൂദ് ചെയ്യാൻ കഴിയാ, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ ഈ ഹദീസ് ആർക്ക് തെളിവാണ്, സത്യത്തിൽ ഷാഫിയാക്കൾക്ക് തെളിവാണ്, ഹനഫിയാക്കൾക്ക് തെളിവാക്കാൻ പറ്റൂലത്. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം, നബി പറഞ്ഞു ഇന്നമാ അന ബസർ, ഞാനൊരു മനുഷ്യനാണ്, മിസ്ലുക്കും നിങ്ങളെപ്പോലും മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഞാൻ മറന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഞാൻ നിങ്ങളെപ്പോലും മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്റെ നിർത്തുന്ന നിങ്ങളെപ്പോലുള്ള മറവിയൊക്കെ എനിക്കുണ്ടാകും. പ്രവാചകന്മാർക്ക് നിർബന്ധമായി 4 ഗുണങ്ങൾ ഉണ്ടാകാം. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്, നിസ്യാൻ, മറവി പ്രവാചകന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് മറവിയാണെന്നറിയോ, തീരെ ഓർത്താൽ ഓർമ്മ കിട്ടാത്ത മറവി. ഈ തലച്ചോറിന് 3 ഭാഗമുണ്ട്, എന്താ പറയാ, മെഡില്ല, ഒമ്പളാങ്കറ്റ, സെറിബ്രം, സെറിബെല്ല, 4 ഘടകമാണ് തലച്ചോറിനുള്ളത്. അതിൽ അവസാന ഭാഗത്തുനിന്നും ഒരു കാര്യം വിട്ടുപോയാൽ പിന്നെ ഓർത്താൻ കിട്ടൂല. മുമ്പിന്ന് പോയാൽ പോലും അവസാന ഭാഗത്ത് കിടപ്പുണ്ടെങ്കിൽ അല്പനേരം ചിന്തിക്കുമ്പോൾ കിട്ടും. ചില കാര്യം അങ്ങനെയല്ലേ, പെട്ടെന്ന് കിട്ടൂല, പക്ഷെ ആലോചിച്ച് കഴിയുമ്പോൾ കിട്ടും. പ്രവാചകന്മാർക്ക് തീരെ കിട്ടാത്തൊരു മറവി, ആലോചിച്ചാൽ കിട്ടാത്തൊരു മറവി പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യില്ല, ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ഇത് ശരീരത്തിനെ ബാധിക്കും. കാരണം ഖുർആൻ നബിക്ക് ജിബ്രീൽ ഓതി കൊടുത്തു, അതങ്ങ് മറന്നുപോയി, ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനിനെ ആധികാരികത ഉണ്ടാകണേ എങ്ങനെയാണ്, അത് നമുക്കുണ്ടാകാം, ഇത്തരം മറവി നമുക്കുണ്ടാകാം. പക്ഷെ പ്രവാചകന്മാർക്ക് അത്തരം മറവി ഉണ്ടാവില്ല. തൽക്കാലം ഒന്ന് മറക്കും, പക്ഷെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ആലോചിച്ചാൽ എന്ത് ചെയ്യും, കിട്ടും. അങ്ങനത്തെ മറവികളെ പ്രവാചകന്മാർക്ക് ഉണ്ടാവും. ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാന്ന് പറഞ്ഞാൽ അത്തരം മറവികൾ എനിക്കുണ്ടാകാം. അങ്ങനെയാണല്ലോ വിശ്വാസം. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, കല്യാണം കഴിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. ഇത്തരം മാനുഷിക കാര്യങ്ങളിലെല്ലാം ആര് തന്നെയാണ് പ്രവാചകൻ, നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം, വഹി കിട്ടുന്നുണ്ട്, നമുക്കൊന്നും വഹിയില്ല. വഹി കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രവാചകന് ആത്മീയമായ ചില പ്രത്യേകതകൾ ഉണ്ട് താനും. എന്നിട്ട് പറയാം, അൻസ, എനിക്ക് മറവി സംഭവിക്കും, കമാ തൻസൗന, നിങ്ങൾ മറക്കുമ്പോൾ എനിക്ക് മറവി ഉണ്ടാകും. ഫൈദാ നസീതു, ഞാൻ മറന്നുപോയാൽ ഫദക്കിറൂനി, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ നബിയാണല്ലോ എന്ന് വിചാരിച്ച് ഓർമ്മപ്പെടുത്താതിരിക്കരുത്, നമ്മൾ ഓർമ്മപ്പെടുത്തണം, ആരെയും ഓർമ്മപ്പെടുത്തണം. ഫൈദാ ശക്ക അഹദുക്കും ഫീ സലാത്തിഹി, നിങ്ങളിൽ ഒരാൾക്ക് നമസ്കാരത്തിൽ സംശയം വന്നാൽ ഫൽയതഹറ സവാബ, അവൻ ശരി ഏതാണെന്ന് അന്വേഷിക്കണം. നമസ്കാരത്തിൽ 3ഓ 4ഓ സംശയം വന്നാൽ അല്പനേരം ആലോചിക്കണം, ഏതാണ് ശരി, 3ആണോ 4ആണോ എന്ന് ആലോചിക്കണം. എന്നിട്ട് ഫൽയുത്തിമ്മലൈഹി, അവൻ ഉറപ്പുള്ളതിൽ പിടിച്ചിട്ട് പിന്നെ പൂർത്തിയാക്കണം. ഉറപ്പുള്ളതിൽ പിടിച്ച് പൂർത്തിയാക്കി സുമ്മ യുസല്ലിമു, സുമ്മ ലയുസല്ലിമു, പിന്നെ അവൻ എന്ത് ചെയ്യണം, സലാം വീട്ടണം. പിന്നെ അവൻ സുമ്മ യസ്ജുദു സജദതൈനി, പിന്നെ 2 സുജൂദ് ചെയ്യണം. പിന്നെ 2, പിന്നെന്താ മനസ്സിലായത്, സലാം വീട്ടിയിട്ട് സുജൂദ് ചെയ്യണം. ഇതാണ് ഹനാഫിന്റെ തെളിവ്, ഹനഫി മദ്ഹബിന്റെ തെളിവ് ഇതാണ്. സലാം വീട്ടിയിട്ട് സുജൂദ് ചെയ്യണമെന്ന് ഹദീസിലുണ്ട്. ഹനഫി മദ്ഹബാണ് ലോകത്തെ ഏറ്റവും പ്രബലമായ മദ്ഹബ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഹനഫി മദ്ഹബിന് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളതും ഹനഫി മദ്ഹബാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമികൾ തമ്മിൽ മാലിക്കി ഇമാമും അബൂ ഹനീഫ ഇമാമും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. മാലിക്കി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി, ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അവർ തമ്മിൽ 3 പേരും തമ്മിൽ ഗുരുശിഷ്യ ബന്ധങ്ങളുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ഗവേഷണമാണ്, ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദ് അനുസരിച്ച് അവർ പറഞ്ഞ 4 നിയമങ്ങളാണ് നമ്മളവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഇനി അനിബിനി സീരീൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഇഹ്ദാ സലാത്തിൽ അശി, വൈകുന്നേരത്തെ ഏതൊരു നിസ്കാരം, ഏതാന്ന് ഉറപ്പില്ല. ഇപ്പൊ പറഞ്ഞ നിസ്കാരം ളുഹർ, അതേതായാലും ഏതല്ല, വൈകുന്നേരം നിസ്കാരം. അപ്പൊ ഇത് വേറൊരു നിസ്കാരമാണ്. ഞാനിത് ഇങ്ങനെ പറഞ്ഞത് ഒരു നിസ്കാരത്തിലല്ല നബിക്ക് മറവി പറ്റിയെന്ന് പറയാനാണ്. നമ്മളെ വലിയ പെരുന്നാളിന് ഒരു തക്ബീർ മറന്നുപോയ പ്രശ്നമാണ്. വലിയ പെരുന്നാളിന്റെ തക്ബീർ എന്ന് പറയുന്നത് അബാദ് സുന്നത്തും അല്ല, ഒന്നുമല്ല, ഒരു കുഴപ്പമില്ല. ബോധപൂർവ്വം ഒരാൾ ചെല്ലില്ലാന്നിരിക്കട്ടെ,
ഒരു കുഴപ്പം അതുകൊണ്ടില്ല. റുക്കുവിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹിന്നോ സുബ്ഹാന റബ്ബിയൽ അദീം എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ സ്ഥാനം ഏതിനുള്ളൂ? ഈ പെരുന്നാളിന്റെ തക്ബീറിനുള്ളൂ. അത് ചെല്ലിയില്ലാന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, ഇനി എണ്ണം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവി സംഭവിക്കുന്ന നിസ്കാരത്തിന്റെ എണ്ണത്തിലാണ്. അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം. ഈ ഹദീസ് കേട്ടോളൂ. വൈകുന്നേരത്തെ ഏതോ ഒരു നിസ്കാരം നബി ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. ഏതാണെന്ന് അത് സമ്മാഹ അബൂ ഹുറൈറ, ഏത് നിസ്കാരമാണെന്ന് അബൂ ഹുറൈറ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു സീരീൻ പറയാം. പക്ഷെ ഒക്കെ നസീഹത്തിൽ ഞാൻ മറന്നുപോയതാണ്. അബൂ ഹുറൈറ എന്നോട് പറഞ്ഞത് ഏത് നിസ്കാരമാണ്, ഞാൻ മറന്നുപോയിന്ന് അബൂ ഹുറൈറ കേട്ട സഹാബി താബിഈ പറയാണ്. അങ്ങനെ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. വൈകുന്നേരത്തെ നിസ്കാരം എന്ന് പറയുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ സല്ലമ, നബി സലാം വീട്ടി. 2 നിസ്കരിച്ച് സലാം വീട്ടി. ഫഖാമ, എഴുന്നേറ്റ് പോയി. എങ്ങോട്ട് പോയി? ഇലാ ഖബ്ശത്തിൻ, ഒരു മരക്കഷ്ണത്തിന്റെ അടുക്കിലേക്ക്. മഅറൂദത്തിൻ ഫിൽ മസ്ജിദി, പള്ളിയുടെ ലാസ്റ്റ് ഭാഗത്ത് ഒരു മരക്കഷ്ണം ഇങ്ങനെ വീതിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഫത്തക അലൈഹ, അവിടെ പോയി നബി ചാരിയിരുന്നു. എന്തോ ദേഷ്യം പിടിച്ച ആളെ പോലെ അവിടെ പോയി ഇങ്ങനെ ചാരിയിരുന്നു. വലത്തെ കൈ നബി ഇടത്തെ കൈയുടെ മുകളിൽ ഇങ്ങനെ വച്ചു. വിരലുകൾ തമ്മിൽ ഇങ്ങനെ കോർത്തു വെച്ചിട്ട് വലത്തെ കവിള് ഇടത്തെ മുൻകൈയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു. ആ സഹാബിയ രൂപം എല്ലാം പറയാട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് പറയുമ്പോൾ അങ്ങനെയാണ്, അവർ കൃത്യമായി പറയാതെ. എണീറ്റ് പോയി ഒരു മരക്കഷ്ണത്തിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച ആളെ പോലെ ഇങ്ങനെ നിന്നു. വലത് കൈ ഇടത് കൈയുടെ മുകളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇടത് കൈയുടെ ഈ ഇതിലിങ്ങനെ ഇങ്ങനെ വലത് കവിൾ ഇങ്ങനെ വെച്ചു. ഞാൻ ഇങ്ങനെ നിൽക്കാണ് ദേഷ്യം പിടിച്ച ആളെ പോലെ. അപ്പോഴേക്കും പള്ളിയുടെ വെളിയിലേക്ക് പോയി. സുർആനുൽ ഖൗമി, പെട്ടെന്ന് നിസ്കരിച്ചു പോണ ആൾക്കാരെല്ലാം പള്ളിയുടെ വെളിയിലേക്ക് പോയി. മിൻ അബ്വാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിലിലൂടെ പോയി. അങ്ങനെ ഉണ്ടല്ലോ സലാം, രണ്ടാമത്തെ സലാം പള്ളിയുടെ വെളിയിൽ വീട്ടിന് ആൾക്കാരുണ്ടല്ലോ, അത് അന്നുണ്ടായിരുന്നു. അവരുടെ പേര് മുനാഫിക്കുകൾ എന്നാണ്. അവർക്ക് ദിക്റില്ല, ദുആയില്ല. അവർ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, രണ്ടാമത്തെ സലാം പള്ളിയുടെ വെളിയിലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ അന്നുണ്ട്. അവരൊക്കെ എവിടെ എത്തി? അവരൊക്കെ പള്ളിയുടെ വെളിയിലെത്തി. മുനാഫിക്കുകളാണ്. അവർ നിസ്കരിക്കാനുണ്ടാവും. പിന്നെ നിസ്കരിക്കാൻ കൂടിയില്ലെങ്കിൽ മുസ്ലിമായെന്ന് കണക്കാക്കൂലല്ലോ. ആനുകൂല്യം കിട്ടണ്ടേ? ഈ പേരിൽ കിട്ടുന്നതിൽ ആനുകൂല്യങ്ങളുണ്ട്. യുദ്ധത്തിൽ പോയാൽ ഗനീമത്ത് സ്വത്ത് കിട്ടും, സക്കാത്തിന്റെ വീതം കിട്ടും. ഇതൊക്കെ കിട്ടാൻ എന്ത് ചെയ്യണം? മുസ്ലിമാണെന്ന് പുറത്ത് അഭിനയിക്കണം. ഉള്ളിൽ സ്നേഹം മുഴുവൻ മറ്റവരോടാണ്. അങ്ങനെയുള്ള നിസ്കരിക്കാനുണ്ടാവും. അവരൊക്കെ വെളിച്ചാടി. അവരെന്ത് പറഞ്ഞ വെളിച്ചെടിയെന്നറിയോ? അവര് പറഞ്ഞു കുസറത്തി സലാത്തു, നിസ്കാരമൊക്കെ ചുരുക്കി കളഞ്ഞു, നിസ്കാരം ഒരു ചുരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? വെളിച്ചടി. ഇന്നലെ വരെ 4000 എന്താക്കി 2 എളുപ്പമായി എന്ന് പറഞ്ഞ് അവര് പോയി. അടുത്തൊക്കെ ഇവരെ വിളിച്ച് അവർ പോയി. നിസ്കാരം ചുരുക്കി എന്ന് പറഞ്ഞവർ പോയി. ഒഫിൽ ഖൗമി, ആ മൗമിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അബൂബക്കറിന്റെ ഉമർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് മൗമുമായിട്ടുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും നബിയോട് പറഞ്ഞില്ല. അവർക്കൊരു ഹൈബത്തൊരു ഭയം വന്നു. അയ്യുക്കല്ലിമ, നബിയോട് ഈ വിഷയം പറയാനൊരു ഭയം അവർക്ക്. അങ്ങനെ ഉണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു പുറയിലുണ്ട്, ഉമർ റളിയല്ലാഹു പുറയിലുണ്ടായിട്ടും ഇത്രയൊക്കെ ആയിട്ടും മുനാഫിക്കുകൾ വെളിച്ചാടി കൈയൊട്ടി പോയി. നബി അവിടെ ചെന്നിങ്ങനെ നിന്നിട്ടും ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ ധൈര്യമില്ല. അതൊരു ഈമാനാണ്. സത്യത്തിൽ ഇത് തെറ്റാണ്. പക്ഷെ അത് പറയാനുള്ള, അതിനാണ് അദബ് എന്ന് പറയാം. അതിന്റെ പേരെന്താ? അദബ് എന്ന് പറയും. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ ഇംതിസാലിൽ അവാമിരി എന്നൊരു പൊതു തത്വമുണ്ട്. കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് അദബ് പാലിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന കാലത്ത് രോഗിയായ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിർത്തി. നബിക്ക് വരാൻ പറ്റൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെട്ട് വരുന്ന കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തോട്ടിറങ്ങി. നബി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, നീ തന്നെ നിൽക്ക് എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തോട്ടിറങ്ങി നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലേ? അബൂബക്കർ, അതെ നിങ്ങൾ റസൂലാണ്. ഞാൻ പറഞ്ഞ അനുസരിക്കൽ നിർബന്ധമല്ലേ? അതെ, അനുസരിക്കൽ നിർബന്ധമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇമാമ് നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടും നീ പുറകോട്ട് മാറിയെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഉണ്ട്, നബിയെ, അങ്ങയുടെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റിയൊരു മകൻ അബൂ ഖുഹാഫയ്ക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയ്ക്ക് അങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടില്ല. അങ്ങയെ മാമുമാക്കി അങ്ങയുടെ മുന്നിൽ ഞാൻ കുനിഞ്ഞാലല്ലേ അങ്ങയെ കുനിയാൻ പറ്റുള്ളൂ. ഇമാമെന്ന് പറഞ്ഞാണല്ലോ, ഇമാമ കുനിഞ്ഞാലേ കുനിയാൻ പറ്റുള്ളൂ മാമുവിന്. അങ്ങയെ മാമുമാക്കി നിസ്കരിക്കാൻ പറ്റിയൊരു മോൻ എന്റെ വാപ്പയ്ക്ക് ജനിച്ചിട്ടില്ല. അതാണ് കാര്യം. നബി ഒന്നും പറഞ്ഞില്ല. അതാണ് അദബ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ നബിയുടെ കൽപ്പന അനുസരിക്കൽ നിർബന്ധമാണ്. അതിനേക്കാൾ പ്രധാനമാണ് നബിയുടെ മുമ്പിലുള്ള അദബ് എന്ന് പറയും.
ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും അദബാണ്. കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ട്, നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതബില്ലാതെ ഉമ്മത്ത് രക്ഷപ്പെടുക. അപ്പൊ അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിലും അവരുണ്ടിരുന്നില്ല, മിണ്ടിയില്ല. അവർക്കറിയാം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും, അവർക്കറിയാം. പക്ഷെ ഒഫിൽ കൗമി, ആ കൂട്ടത്തിൽ, ആ മഅ്മൂമിങ്ങളുടെ കൂട്ടത്തിൽ റജുലിന് ഒരാളുണ്ട്, ഫീ യദിഹി തൂലുൻ, അയാളുടെ കൈക്ക് കുറച്ച് നീളമുണ്ട്. യുക്കാലിലു, അയാളെ എല്ലാവരും വിളിക്കുന്നത് ദുൽയദൈനി, ഇരട്ടക്കയ്യൻ. അയാളുടെ പേരെന്താ? അയാളുടെ പേര് സത്യത്തിൽ അതല്ല, എല്ലാരും കളിയാക്കി വിളിക്കുന്ന കളിയാക്കി അല്ല, ഇരട്ടക്കയ്യെന്ന് വിളിച്ചത്. എല്ലാവർക്കും ഇരട്ടക്കയ്യാണ്. പക്ഷെ ആ മനുഷ്യന്റെ പേരെന്താ? ദുൽയദൈനി, ഇരട്ടക്കയ്യാന്ന് എല്ലാവരും വിളിക്കുക. കാരണം അയാളുടെ കൈക്ക് നീളമുള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കുക. ഈ മനുഷ്യൻ വലിയ ധൈര്യശാലിയാണ്. അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ കൂട്ടത്തിൽ അറിവ് കുറവാണെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ തിന്മയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ധൈര്യമുള്ള ആൾക്കാരുണ്ടാവും. നല്ല അറിവുള്ള ആളുകൾ ചില തിന്മയെ ചോദ്യം ചെയ്യില്ല. സാധാരണക്കാരുണ്ടോ, ഏത് കൊടിയ കൊമ്പൻ തെറ്റ് ചെയ്താലും എന്ത് ചെയ്യും? അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു അർജുണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഖാല യാ റസൂലുള്ളാഹ്, ഇയാൾ എണീറ്റ് വന്നു നബിയുടെ അടുക്കൽ. നബി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അവിടെ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അനസീത അം കുസിർത സലാത്ത്, നിസ്കാരം എന്നൊരു ചുരുക്കിയതാണോ അതോ അങ്ങ് മറന്നതാണോ? ഇതാ ചോദിച്ചു. വളരെ ബഹുവിധോടുകൂടി അനസീത അം കുസിർത സലാത്ത്, നിസ്കാരം എന്നൊരു കുറച്ചതാണോ അതോ താങ്കൾ മറന്നതാണോ എന്ന് ചോദിച്ചു. ഖാല, അവന് വിശ്വാസം പറഞ്ഞു, ലം അൻസാ വലം തുക്സർ, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം കുറച്ചിട്ടുമില്ല. ആലോചിച്ചു അവിടെ മറുപടി. അപ്പോൾ നബിക്ക് ഓർമ്മ വരുന്നില്ല. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സഹാബത്തിനോട് ചോദിച്ചു, അവമായ യഖൂലു ദുൽയദൈനി, നബിയും അയാൾ വിളിക്കുന്ന ഇരട്ടക്കയ്യെന്ന. ഈ ചില ആൾക്കാർ ഈ ഇരട്ടപ്പേര് വിളിക്കാൻ പാടില്ല, പക്ഷെ അവർക്കും തൃപ്തിന്റെ എന്തില്ല. ചില ആൾക്കാർക്ക് ഇരട്ടപ്പേര് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. അതിൽ പരാതി ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നബിയും അയാൾ വിളിക്കുന്ന ഇരട്ടക്കയ്യാണ്. ഈ ഇരട്ടക്കയ്യൻ പറഞ്ഞ ശരിയാണോ എന്ന് ചോദിച്ചു സഹാബത്തിനോട്. കാലും അപ്പോൾ അവർ പറഞ്ഞു, സംഭവം ശരിയാണ് നബി, അങ്ങ് രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ, സംഭവം ശരിയാണ്. ഫതഖദ്ദമ, അപ്പൊ നബി മുന്നോട്ട് വന്നു. ഇമാമ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഫസല്ലമ തറക്ക, ഉപേക്ഷിച്ചത് അത്രയും തന്നെ നിസ്കരിച്ചു. ഉപേക്ഷിച്ചത് എത്രയെന്ന് പറയുന്നില്ല, കാരണം വൈകുന്നേരത്തെ നിസ്കാരം. അപ്പൊ ഏതാകാം? മഗ്രിബും ആകാം, വേണമെങ്കിൽ ഇശായ ആകാം, സാധ്യത വേണമെങ്കിൽ അസ്റും ആകാം. എത്രയാണോ വിട്ട് കളഞ്ഞത് അത്ര നിസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് സലാം വീട്ടി. സുമ്മ കബ്ബറ, സലാം വീട്ടിട്ട് വീണ്ടും തക്ബീർ ചെയ്തു. സലാം വീട്ടിട്ട് വീണ്ടും തക്ബീർ ചെയ്തു. സുമ്മ സജദ, തക്ബീർ ചൊല്ലിയിട്ട് വസജദ, സുജൂദ് ചെയ്തു. മിസ്ല സുജൂദിഹി, നിസ്കാരത്തിൽ ചെയ്ത സുജൂദ് പോലെ, ഔ അത്വല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദീർഘമായ ഒരു സുജൂദ് ചെയ്തു, ഒരു സുജൂദ് ചെയ്തു. സുമ്മ റഫഅ റഅസഹു, ഒരു സുജൂദ് കഴിഞ്ഞ സുജൂദിൽ തല ഉയർത്തി. വകബ്ബറ, വരുന്ന വഴിക്ക് തക്ബീർ ഇല്ലേ, രണ്ടാമത്തെ സുജൂദിലേക്ക് വരുമ്പോ തക്ബീർ ഇല്ലേ. സുമ്മ കബ്ബറ, വീണ്ടും തക്ബീർ ഇല്ലേ. അതെന്തിനാ? രണ്ടാമത്തെ സുജൂദിലേക്ക് പോകാൻ വേണ്ടി തക്ബീർ ഇല്ലേ. വസജദ, സുജൂദും ചെയ്തു. മിസ്ല സുജൂദിഹി, ആദ്യത്തെ സുജൂദ് പോലെ, ഔ അത്വല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദീർഘമായ ഒരു സുജൂദ് ചെയ്തു. സുമ്മ റഫഅ റഅസഹു, പിന്നെ സുജൂദിൽ നിന്ന് തല ഉയർത്തി. സുജൂദിൽ നിന്ന് തല ഉയർത്തി. വകബ്ബറ, തല ഉയർത്തുമ്പോൾ എന്ത് ചെയ്തു? തക്ബീറും ചൊല്ലി. പിന്നെ നബി സലാം വീട്ടി. പിന്നെ നബി സലാം. ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് സഹബിന്റെ സുജൂദ് ചെയ്തത്? സലാം വീട്ടിയിടാൻ സമയം. ഈ ഹദീസാണ് ആർക്ക് തെളിവ്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് തെളിവ്. ഈ ഹദീസിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? നേരത്തെ ന്യായീകരിക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താ? ഇവിടെ നബി ഉപേക്ഷിച്ച ബാക്കി നിസ്കാരം നിസ്കരിച്ചിട്ട് സലാം വീട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? സഹബിന്റെ സുജൂദ് ചെയ്യാണ്. അപ്പൊ സഹബിന്റെ സുജൂദിന്റെ സ്ഥാനം എപ്പോഴാണ്? സലാമിന് ശേഷമാണ് എന്നുള്ള ഹനഫി മദ്ഹബിന് ഇത് തെളിവാണ്. അതുപോലെ മാലിക്കി മദ്ഹബുകാർ എന്താ പറയുന്നത്? നെക്സ് കുറഞ്ഞിട്ടാണെങ്കിൽ സലാമിന് മുമ്പ്, കുറഞ്ഞതാണെങ്കിൽ സലാമിന് മുമ്പ്. അവർക്ക് ഈ ഹദീസ് എതിരാണ്. കാരണം എന്താ? ഇത് റക്അത്ത് കുറഞ്ഞു പോയതല്ലേ. എന്നിട്ട് നബി സഹബിന്റെ സുജൂദ് എപ്പോഴാണ്? സലാമിന് മുമ്പാണോ? സലാമിന് ശേഷമാണ്. عن عبد الله بن بحينة رضي الله عنه قال أن النبي صلى الله عليه وسلم صلى بهم الظهر. കേട്ടോ അടുത്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളെ കൊണ്ട് ളുഹർ നിസ്കരിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസ് ഏതൊക്കെയാ? ഏതിലാ നബിക്ക് മറവ് പറ്റിയത്? രണ്ട് നിസ്കാരം പറഞ്ഞില്ലേ? ആദ്യത്തെ ഏതായിരുന്നു? ളുഹർ. രണ്ടാമത്തത് വൈകുന്നേരത്തെ ഏതോ നിസ്കാരം, മഗ്രിബ് ഇശാ. ഇവിടെ പറയുന്നതും അതേ സംഭവം തന്നെയാണ്. സല്ലാ ബിഹിം ളുഹർ നിസ്കരിച്ചു. രണ്ട് റക്അത്ത് കഴിഞ്ഞ നബി എഴുന്നേറ്റ് പോയി, അവിടെ ഇരുന്നില്ല.
നിസ്കാരം സഹാബത്ത് സലാം വീട്ടിട്ട് നബിയെ പ്രതി فقام الناس معه حتى إذا قضى الصلاة وانتظر الناس تسليمه كبر وهو جالس فسجد سجدين قبل أن يسلم. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ വേറെ ഹദീസ് ആവർത്തിക്കുകയാണ്. വേറെ ഹദീസ് ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി നിസ്കരിച്ചു. ഫസഹ, നബിക്ക് മറവി പറ്റി. ഫസജദ, അപ്പോൾ നബി സുജൂദ് ചെയ്തു. സജദത്തൈനി, രണ്ട് സുജൂദ് ചെയ്തു. സുമ്മ തശഹദ, പിന്നെ അത്തഹിയാത്ത് ഓതി. സുമ്മ സല്ലമ, പിന്നെ സലാം വീട്ടി. ഇതാർക്ക് തെളിവാണ്? ഹനഫി മദ്ഹബിന് തെളിവാണ്. ഇവിടെ എന്താ പറഞ്ഞത്? നബി മറവി പറ്റിയിട്ട് സുജൂദ് ചെയ്തു, വീണ്ടും അത്തഹിയാത്ത് ഓതിയിട്ട് സലാം വീട്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ആദ്യം ഹനഫി മദ്ഹബിൽ വലത്തോട്ട് സലാം വീട്ടുന്നു, വീണ്ടും അത്തഹിയാത്ത് ഓതുന്നു, വീണ്ടും സലാം വീട്ടുന്നു. ഹനഫി മദ്ഹബിന് ഹദീസ് തെളിവാണ്. ഈ ഹദീസിനെ കുറിച്ച് ഹാദാ ഹദീസുൽ ഹസനുൻ ഗരീബുൻ, ഈ ഹദീസ് ഗരീബായ ഹദീസ് എന്ന് പറയാം. ഹദീസിന്റെ കാറ്റഗറി പരിശോധിക്കുമ്പോൾ ഹദീസിന് പല കാറ്റഗറി ഉണ്ട്. 4 കാറ്റഗറി പ്രധാനമായിട്ടുണ്ട്. ആ കാറ്റഗറി അനുസരിച്ചാണ് ഹദീസ് പരിഗണിക്കുക. ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഹദീസ് എല്ലാവരും സ്വീകരിക്കണം. അതിലൊരു ഒരുതരം പ്രശ്നങ്ങളും ഇല്ലാത്തതാണ്. ഈ ഹദീസ് ഗരീബായ ഹദീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്വീകാര്യതയിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഹദീസാണെന്ന് പറയും. അത്തരം ഹദീസുകളെ ശാഫിഈ ഇമാം ഇന്ത്യയിലെ ചിലപ്പോൾ സ്വീകരിക്കില്ല. വേറെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമൽ ഇമാമു ഫി റകഅത്തൈനി, ഇമാം 2 റകഅത്തിൽ എഴുന്നേറ്റ് എന്തോതാതെ അത്തഹിയാത്ത് ഓതാതെ എഴുന്നേറ്റ് പോയി. ഫൈൻ ദക്കറ, ഇമാമിന് ഓർമ്മ വന്നാൽ ഖബല യസ്തവി ഖായിമ, നേരെ നിൽക്കുന്നതിന് മുമ്പായിട്ട് ഓർമ്മ വന്നാൽ ഫൽയജ്ലിസ്, ഇമാം ഇരിക്കണം. വൈനിസ്തവ ഖായിമ, നേരെ നിന്നിട്ടാണ് ഓർമ്മ വരുന്നത്. എന്ത്? അത്തഹിയാത്ത് ഓതിയിലാണ് ഓർമ്മ വന്നാൽ ഫലാ യജ്ലിസ്, പിന്നെ ഇരിക്കരുത്. വയസ്ജുദു സജദത്തൈ സഹ്വി, പിന്നെ എന്താ ചെയ്യേണ്ടത്? മറവിയുടെ 2 സുജൂദ് ചെയ്യണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മസലകളുണ്ട് ശാഫിഈ മദ്ഹബിലും ഒക്കെ. ഈ സഹ്വിന്റെ സുജൂദിന്റെ സ്ഥാനമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മറവിയുടെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞേ? ഒന്ന്, മറവിയുടെ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സുജൂദിൽ 3 കാര്യങ്ങൾ നിർബന്ധമായി ഏത് സുജൂദിലും ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങൾ ഏറ്റവും മുകളിൽ എഴുതേക്കണേ, കണ്ടോ? 1, 2, 3. 1, സുജൂദിൽ 3 കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. ഏത് സുജൂദിലും. സുജൂദ് എത്ര തരമുണ്ട്? ഏത് സുജൂദിലും 1, അലാ ഗൈരി മഹ്മൂലിൻ ലഹു, അവനവൻ വഹിച്ചിരിക്കുന്ന ഒന്നിന്റെ മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല. താൻ ധരിച്ചിരിക്കുന്ന ഒന്നിന്റെ മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഈ തൊപ്പി തലപ്പാവൊക്കെ ഇറക്കി വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൊപ്പി താൻ ധരിച്ചിരിക്കുന്നതാണ്, തലപ്പാവ് താൻ ധരിച്ചിരിക്കുന്നതാണ്, അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. മഹ്മൂലായ ഒരു സാധനത്തിൽ സുജൂദ് ചെയ്യാൻ, അവനവൻ ചുമന്നിരിക്കുന്ന, തന്നെ ചുമന്നതിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, താൻ ചുമന്നതിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കാരപ്പായ അത് നമ്മളെ ചുമന്നതാണ്, അതിലേക്ക് സുജൂദ് ചെയ്യണം. നമ്മൾ ചുമന്നിരിക്കുന്ന ഒന്നിൽ എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ശരിയാവില്ല, നിർബന്ധമാണ്. 2, തലകീഴാകാം. എന്താകണം? തലകീഴാകാം എന്ന് പറഞ്ഞാൽ തല താഴെയും നമ്മുടെ പൃഷ്ഠഭാഗം മുകളിലുമായാലേ സുജൂദ് ശരിയാവും, നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ കിടക്കുമ്പോൾ തന്നെ കിടക്കണം നടത്തണം. ഇത് ചില സമയത്ത് പള്ളിയിൽ തിരക്ക് കൂടി കഴിഞ്ഞാൽ 3 മുഴമാണ് ഇപ്പൊ നമ്മുടെ മുസല്ലയുടെ വീതിയിൽ 3 മുഴമാണ്. ആ 3 മുഴം തന്നെ വേണം. അതിൽ 3 മുഴത്തിനേക്കാൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂല? ഈ തങ്കീസ് നടക്കൂല. പൃഷ്ഠഭാഗത്തിന്റെ ഭാരം തലയിൽ വരണം. ആ നിലയ്ക്ക് കിടന്നാലും സുജൂദാവും. മനസ്സിലായില്ലേ? തല കീഴാക്കണം. തലയും പൃഷ്ഠഭാഗവും ഒരുപോലെ വെച്ചാൽ, അല്ലെങ്കിൽ തലയേക്കാൾ പൃഷ്ഠഭാഗം താഴ്ന്നിരുന്നാൽ സുജൂദ് ശരിയാവില്ല. ഇങ്ങനെ കിടക്കണം, ഇങ്ങനെയും പറ്റൂല ഇങ്ങനെയും പറ്റൂല നടത്തണം. മനസ്സിലായോ? നിർബന്ധമാണ്. 3ാമത്തെ കാര്യം നെറ്റി വെക്കണം. അമർത്തി വെക്കണം എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഭാരം വരുന്ന രീതിയിൽ ഇതാക്കണം എന്നല്ല, നോർമൽ രീതിയിൽ ഇങ്ങനെ അമർത്തി തന്നെ വെച്ച്. എന്നാൽ ടച്ച് ചെയ്ത് തൊട്ടില്ല എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആ പരിപാടി പറ്റൂല. തൊടണം കൂടെ, നമ്മൾ തൊടുമ്പോഴേ ഭാരം വരുള്ളൂ. തഹാമുലി. പിന്നെ മറ നീക്കണം. കശ്മീർ എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ മറ നീക്കണം. ഈ തുപ്പി, ഈ തലപ്പാവും, മുടി ഇങ്ങനെ ഇറങ്ങി കിടപ്പുണ്ടെങ്കിൽ മുടിയുടെ നമ്മൾ ചെയ്യരുത്. മുടി മാറ്റി വെക്കണം. ഇങ്ങനെ തട്ടിയിടണം പിള്ളേരെ. എന്നിട്ട് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം.
ഓ റുക്ബത്തൈ, രണ്ട് മുട്ടുകാൽ, നിർബന്ധമായി സുജൂദിൽ വെക്കേണ്ടത് മുട്ടുകാൽ രണ്ട്. ബത്നി കഫൈഹി, മുൻകൈയുടെ പള്ള, മുൻകൈയുടെ പള്ള. വസാബി കദമൈഹി, കാൽപാദത്തിന്റെ വിരല്. കാൽപാദത്തിന്റെ വിരൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ പോരാ, ഇങ്ങനെ മടക്കി വെക്കണം. ഇങ്ങനെ കുത്തി വെച്ചാൽ പോരാ, പൊക്കി പിടിച്ചാൽ പോരാ. കാൽപാദത്തിന്റെ വിരൽ ഇങ്ങനെ മടക്കി, എല്ലാം വെച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും 3 വിരലെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കണം. കൈവിരലുകളുടെ പള്ള വെക്കണം. കാൽപാദത്തിന്റെ വിരലുകളൊക്കെ വസ്ത്രത്തിൽ നിന്ന് മാറ്റിവെക്കൽ സുന്ന. വസ്ത്രം ഇല്ലാതെ തുണി ഇറക്കി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കാലിന്റെ വിരലുകളുടെ അടിയിലേക്ക് തുണി ഇങ്ങനെ കിടക്കും. അത് ഒഴിവാക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. നിർബന്ധമായും ഒഴിവാക്കേണ്ടത് നെറ്റിയിലെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മുട്ടിന്റെ ഏതായാലും പാടില്ല, അവരുടെ മുട്ടിലെ വസ്ത്രം മാറ്റി അവർത്ത് വെളിവാകും. കൈകാലുകളിൽ എന്ത് ചെയ്യാതിരിക്കുക, വസ്ത്രമില്ലാതെ കുറച്ച്. അതുകൊണ്ട് സോക്സിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. സോക്സിട്ട് നിസ്കരിച്ചാൽ എന്ത് കിട്ടില്ല, സോക്സിട്ട് ഇത് വെളിവാക്കി വയ്ക്കാൻ പറ്റൂല. സോക്സിന്റെ മറ വരൂലേ, ആ സോക്സിന് നിസ്കരിക്കൽ കറാഹത്ത. ഇമാമിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇമാമിങ്ങളുടെ ഇമാമി ചെയ്യുന്ന കറാഹത്ത് മൗമിങ്ങളെ ബാധിക്കും. ഇമാമിന്റെ കറാഹത്ത് മൗമിങ്ങൾക്കും വരും, പ്രത്യേകിച്ച് ഇമാമിങ്ങൾ ചെയ്യരുത്. പിന്നെ കാരണമുണ്ടെങ്കിൽ ഇതൊക്കെ ഒരാൾക്ക് അസഹ്യമായ തണുപ്പാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അതല്ല, സാധാരണ അവസ്ഥയിൽ അത് ചെയ്യാതിരിക്കാത്തുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. പിന്നെ സുന്നത്തായ കാര്യങ്ങളുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തുമാണ്. ഏത് സുജൂദിലും സുന്നത്ത്. എന്തൊക്കെ സുന്നത്തായ കാര്യങ്ങൾ? ദിക്ർ ചെല്ലുക, സുജൂദ് ചെയ്യേണ്ട ദിക്ർ, അത് ചെയ്യൽ സുന്നത്താണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തക്ബീർ, ഉയർന്നു വരുമ്പോൾ തക്ബീർ, ഇതൊക്കെ സുന്നത്ത്. ഇനി ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്? ഈ സഹവിന്റെ സുജൂദിൽ പറയേണ്ട ഒരു ദുആ ഉണ്ട്. സുബ്ഹാനമൻ എന്ന് പറഞ്ഞ്, സുബ്ഹാനമൻ ലാ യനാമു വലാ യസ്ഹു. ഇത് അറിയാവുന്നവർ ഇത് തന്നെ പറഞ്ഞാൽ അത് അവസരോചിതമായ ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ അർത്ഥം എന്താ? സുബ്ഹാനമൻ, ഒരു അല്ലാഹു പരിശുദ്ധനാണ്, ലാ യനാമു, അവന് ഉറക്കമില്ല, വലാ യസ്ഹുവിന് മറവിയും ഇല്ല. ഉറക്കമോ മറവിയും ഇല്ലാത്ത അള്ളാഹ് പരിശുദ്ധനാണ്. ഞാൻ അള്ളാഹ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മറവി ഉണ്ടായി. ആ നിലയ്ക്കുള്ള ഒരു അവസരോചിതമായ പ്രാർത്ഥന അത് പറയുക. ഞാൻ അറിയില്ലാത്ത ആൾക്കാർ എന്ത് പറഞ്ഞാൽ മതി? മറ്റേ പ്രാർത്ഥന തന്നെ പറഞ്ഞാൽ മതി. അബ്ആദ് സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. ഒന്നാമത്തെ കാരണം അബ്ആദ് സുന്നത്തുകൾ ഒന്നിനെ ഉപേക്ഷിച്ചു. നിസ്കാരത്തിന്റെ സുന്നത്ത് 2 തരമുണ്ട്, അബ്ആദ്, ഹൈആത്ത്. അബ്ആദ് സുന്നത്തുകൾ ഉപേക്ഷിച്ചാലേ സഹവിന്റെ സുജൂദ് വേണ്ടതുള്ളൂ. ഹൈആത്ത് സുന്നത്തുകളാണ് ഈ റുക്കൂലും സുജൂദിലൊക്കെ പറയുന്ന തസ്ബീഹുകളൊക്കെ ഹൈആത്ത് സുന്നത്ത്. അത് വിട്ടാൽ പോയി, അത്രേ ഉള്ളൂ, അതിന് പരിഹാരമൊന്നും. അബ്ആദ് സുന്നത്ത് 1, ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുക, പിന്നെ ഖുനൂത്ത് ഓതുക. ഖുനൂത്ത് ഓതുക, അത്തഹിയ്യാത്തിന് ശേഷവും ഖുനൂത്തിന് ശേഷവും നബിയുടെ മേൽ സലാത്ത് ചെല്ലുക. ഇതൊക്കെ അബ്ആദ് സുന്നത്ത്. അത്തഹിയ്യാത്തിന് വേണ്ടി നിൽക്കുക, ഖുനൂത്തിന് വേണ്ടി നിൽക്കുക, ഇതൊക്കെ അബ്ആദ് സുന്നത്തുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യണം. ഈ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്ന എല്ലാ കലിമത്തുകളും നിർബന്ധമില്ല. അത്തഹിയ്യാത്തിന്റെ നിർബന്ധമായ കലിമത്ത് എന്ന് പറയുന്നത് പരിമിതമാണ്. അത്തഹിയ്യാത്തുലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലായില്ലേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വലിഹീൻ. നമ്മൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബ ഇതൊക്കെ നിർബന്ധമില്ല, അതൊക്കെ സുന്നത്താണ്. അപ്പോൾ നിർബന്ധമായി വാക്കിൽ ഒരു വാക്ക് ഒഴിവാക്കിയാൽ പോലും എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യണം. അത്തഹിയ്യാത്ത് പൂർണ്ണമായിട്ട് ഒരു വാക്ക് വിട്ടാൽ പോലും സഹവിന്റെ സുജൂദ് ചെയ്യണം. ഈ ചുരുങ്ങിയ അത്തഹിയ്യാത്തിന്റെ ഒരു വാക്ക്. അതിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ള എവിടേക്കാണ്? ശാഫിഈ മദ്ഹബില് സുബ്ഹിയിലും റമദാനിലെ അവസാന 10 അവസാന പകുതിയിലെ വിത്ർ. ഈ 2 ഖുനൂത്ത് ഉപേക്ഷിച്ചാലേ സഹവിന്റെ സുജൂദ് ഉള്ളൂ. വേറൊരു ഖുനൂത്ത് ഉണ്ട്, നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാൻ വേണ്ടി ഭരണാധികാരി പ്രഖ്യാപിച്ചാൽ ഖുനൂത്ത് ഓതണം. ആ ഖുനൂത്തിന് നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറയാം. ആ ഖുനൂത്ത് വിട്ടുപോയാൽ സഹവിന്റെ സുജൂദ് വേണ്ട, കാരണം അത് അബ്ആദ് സുന്നത്തല്ല. അത് പോയാൽ പോയി, അത്രേ ഉള്ളൂ. ഇനി അബ്ആദ് സുന്നത്തുകളിൽ ഒന്നിനെ ഉപേക്ഷിച്ചാൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. ഉപേക്ഷിച്ചൊന്ന് സംശയിച്ചാലും സഹവിന്റെ സുജൂദ് ചെയ്യണം. ഒരാൾക്ക് 3ാമത്തെ റക്അത്ത് 4ാമത്തെ റക്അത്തിൽ നിന്നുമ്പോൾ സംശയം, ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയോ? പണ്ട് മറ്റേ ശൈത്താൻ കൂടിയിട്ടുണ്ട്, ഓതിയോ ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യണം. ഓതിയില്ലാന്ന് ഉറപ്പുണ്ടെങ്കിലും ചെയ്യണം, ഓതിയോ സംശയിച്ചാലും ചെയ്യാം. ഖുനൂത്തും അങ്ങനെ. ഇനി ഞാൻ ഈ പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിലേക്ക് വരാം. ഒരു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളോ ഇമാമോ, മാമൂമിനിയായി പറഞ്ഞ വിഷയം ബാധകമല്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളോ ഇമാമോ ഒരു അബ്ആദ് സുന്നത്ത് മറന്നുപോയി,
അത് വിട്ട് അടുത്തതിലേക്ക് ജോയി. അപ്പൊ അത് സുന്നത്ത് വിട്ട് അടുത്ത ഫർദിലേക്ക് കടന്നു. ഉദാഹരണത്തിന് അത്തഹിയ്യാത്ത് ഓതാതെ നൃത്തത്തിലെത്തി. ഈ ഹദീസിൽ പറഞ്ഞ വിഷയതാണല്ലോ, കുനൂത്ത് ഓതാതെ സുജൂദിലെത്തി. എന്നാൽ ഇനി മടങ്ങാൻ പാടില്ല. ഇനി അതിലേക്ക് മടങ്ങാൻ എന്തുകൊണ്ട്? സുന്നത്തിൽ നിന്നും ഫർദിലേക്ക് മടങ്ങാം. ഫർദിൽ നിന്നും സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. നൃത്തം അത്തഹിയ്യാത്ത് മറന്നുപോയാൽ ഇപ്പൊ എവിടെയുള്ളത്? നൃത്തത്തിലാണ്. നൃത്തം ഫർദ്, അത്തഹിയ്യാത്ത് സുന്നത്ത്. ഫർദിൽ നിന്നും സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. കുനൂത്ത് മറന്നുപോയാൽ ഇപ്പൊ ഉള്ളത് സുജൂദിലാണ്. സുജൂദ് ഫർദ്, കുനൂത്ത് സുന്നത്ത്. ഫർദിൽ നിന്നും സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണേ? സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. ഇനി അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ എന്താ വിഷയം എന്നറിയോ? നിസ്കാരം പത്തിലാവും. മടങ്ങാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ മടങ്ങിയാൽ നിസ്കാരം പത്തിലാവും. ചിലപ്പോ അങ്ങനെ സംഭവിക്കും. കുനൂത്ത് വിട്ടുപോയി, സുജൂദിലെത്തി കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യാ? കുനൂത്ത് ഓതല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യാ? കുനൂത്തിലേക്ക് പറഞ്ഞാൽ സഹവ് സുജൂദ് ചെയ്താൽ മതി. കുനൂത്ത് ഓതാൻ വേണ്ടി എണീറ്റ് വന്നാലോ നിസ്കാരം തന്നെ പോയി. ബോധപൂർവം വന്നു കഴിഞ്ഞാൽ നിസ്കാരം പത്തിലാവും. ഇനി അറിയില്ലാതെയാണ് മടങ്ങിയെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ സഹവിന്റെ സുജൂദ് ചെയ്യണം. അതെന്തിനാ? ഒരാള് കുനൂത്ത് വിട്ടുപോയി, സുജൂദിലെത്തി, അയാൾക്ക് അറിയില്ല സുജൂദിൽ നിന്ന് കുനൂത്തിലേക്ക് മടങ്ങരുന്ന അയാൾക്ക് അറിയില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? കുനൂത്തിലേക്ക് വന്ന് കുനൂത്ത് ഓതി. എന്നാലും ഇയാൾ എന്ത് ചെയ്യണം? അതെന്തിനാ? അത് സുജൂദും ചെയ്തിട്ട് കുനൂത്ത് ഓതിയിട്ട് എന്നാലും അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യണം. കാരണം മറന്നുപോയല്ലോ. അപ്പൊ പിന്നെ അയാൾക്ക് എന്ത് മതി? ശരിക്കും സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. കുനൂത്ത് ഓതാൻ നിൽക്കണ്ടല്ലോ. കുനൂത്ത് ഓതിയാലും സഹവിന്റെ സുജൂദ് ചെയ്യണം. അത്തഹിയ്യാത്ത് ഓതിയാലും സഹവിന്റെ സുജൂദ് ചെയ്യണം. അറിയില്ലാതെയാണെങ്കിൽ. അറിഞ്ഞുകൊണ്ടാണ് നിസ്കാരം എന്ത് ചെയ്യും? ബാത്തിലാവുകയും ചെയ്യും. പാടില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ, ഫാത്തിഹ തുടങ്ങിയാൽ അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇനി നമ്മളെ വജ്ജഹത്ത് പോയി കണക്കാക്കിയാൽ മതി. തുടങ്ങിയാൽ പറ്റില്ല. തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് മടങ്ങിയത്. കാരണം ഫർദ് കൊണ്ട് ജോലിയായി പിന്നെ സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക